എൻ്റെ പേര് ആരതി എസ്. കൊല്ലത്തിൽ നിന്ന് വരുന്നു. കൊല്ലം ഐത്തിൽ നിന്ന് വരുന്നു. 2023 കൃപാസനത്തെക്കുറിച്ച് കേട്ടപ്പം എൻ്റെ ഒരു പ്രായം, അന്നത്തെ ഒരു പ്രായം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 വർഷം ബാക്ക് വരുമ്പോഴത്തേക്ക് ഈ ന്യൂജൻ പിള്ളേരെ പോലെ റിജക്ഷനായിരുന്നു. പത്രമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. പത്രം വാങ്ങിച്ചു, വായിച്ചില്ല, എടുത്തു ടേബിളിൻ്റെ മുകളിൽ വെച്ച്. എന്നിട്ട് എൻ്റെ അനിയത്തിയാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അയാൾ BSc നേഴ്സിംഗ് കഴിഞ്ഞാണ്. അയർലൻഡിൽ പോകാനായിട്ട് അയാൾ വന്ന് ഉടമ്പടി എടുത്തു. അയാൾ പത്രം തരുന്ന വഴിക്കാണ് എനിക്ക് വന്ന് തന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്നേരം കൊല്ലം കോർപ്പറേഷൻ്റെ കൗൺസിലർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നേരം അഹങ്കാരമായിരിക്കാം, ഒരു അഹങ്കാരം എന്തോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ. അപ്പോഴത്തേക്ക് ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, ഈ പറയുന്ന മാതാവ് ഈ പറയുന്ന എല്ലാം സാധിച്ചു തരുന്ന ആളാണോ? അങ്ങനെ ആണെങ്കിൽ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു ഒരു ധിക്കാരം മട്ടിൽ പത്രം വാങ്ങിച്ചു, വായിക്കുക പോലും ചെയ്യാതെ വെച്ചൊരു വ്യക്തിയാണ്. വെച്ചു. പിന്നെ അത് കഴിഞ്ഞു കുറേ പത്രം നോക്കിയിട്ടില്ല. അവളന്നേരം പറഞ്ഞിട്ട് യൂട്യൂബിൽ ചാനലുണ്ട്, നീ അത് നോക്കി അതെന്താണെന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അവൾ ചാനലെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു. നോക്കിയില്ല. അവളെ മുന്നിൽ വെച്ച് എല്ലാം നോക്കുന്ന പോലെ കാണിച്ചു. നോക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല. എന്തോ ഒരു പുച്ഛഭാവമായിരുന്നു എനിക്ക് തോന്നി. പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ വരണം. ഞങ്ങളെ വീട്ടിൻ്റെ പ്രമാണം 10 വർഷത്തോളമായി ബറോഡ ബാങ്കിൽ ഇരിക്കുമായിരുന്നു. അത് എൻ്റെ ചേട്ടൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വെച്ചായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴത്തേക്ക് അത് എടുത്തു കൊടുക്കേണ്ടി വന്നപ്പോഴത്തേക്ക് അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടോ അതൊക്കെ പറ്റുന്നില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതൊക്കെ കൊണ്ടായിരിക്കും പറ്റാത്തത്. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ആശ്ചര്യം. ഇത് ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. ഇവിടെ വന്നു ഇത്രയും കണ്ടു. അന്ന് ഇവിടെ ഒരു ഞായറാഴ്ച ദിവസമാണ്. ഇവിടെ അച്ഛൻ്റെ എന്തോ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വന്നു. അമ്മ ഉടമ്പടി എടുത്തു. അമ്മയുടെ കൂടെ ഞാനാണ് കയറിയപ്പം പിന്നെ ഈ ഉടമ്പടിയുടെ നിയോഗ പേപ്പർ തന്നു. അതിലെഴുതാൻ പറഞ്ഞപ്പോൾ 6 നിയോഗം വെക്കണം. അന്നേരം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വീടില്ലല്ലോ, നീ നിൻ്റെ ആവശ്യവും കൂടെ വെക്ക്. അന്നേരം എൻ്റെ മനസ്സിൽ വേണ്ട, വീട്ടിലെ കാര്യങ്ങൾ മതി. അങ്ങനെ വീട്ടിലെ അമ്മ പറഞ്ഞതും അമ്മയുടെയും അച്ഛൻ്റെ അസുഖവും പിന്നെ ഈ പ്രമാണത്തിൻ്റെ കാര്യം ആദ്യത്തെ ഉടമ്പടിയായിട്ട് വെച്ചു. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നും വെച്ചില്ല. അന്നേരം ഞാനിവിടെ വന്നു മാതാവിനെ കണ്ടപ്പം ഞാൻ പറഞ്ഞതേ, മാതാവ് ഞാനേ നിയോഗമൊന്നും വെച്ചില്ല. വെക്കാത്തതിന് കാരണം എനിക്ക് എൻ്റെ വീടിൻ്റെ ആ പ്രമാണം എടുത്തു കൊടുത്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് മതി, അല്ലാതെ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞു. പോയി 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ പ്രമാണം എടുത്തു. ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പം 13 ലക്ഷം രൂപ അടച്ചു ആ പ്രമാണം എടുത്ത് കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയാം. എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞു അമ്മയുടെ നിയോഗം പൂർത്തിയായി. അന്നേരമല്ല എനിക്കിത് അത്ഭുതമാണ്. എങ്ങനെ നടന്നു, ഇതെങ്ങനെ സാധിച്ചു, ഈ 13 ലക്ഷമൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റി? അത് കഴിഞ്ഞ് അതിൽ വലിയ അത്ഭുതം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ്റെ കുടുംബ വസ്തുവാണ്, അത് ഒരു മുസ്ലിംസ് വാങ്ങിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് ഒരാൾ, എൻ്റെ ബന്ധു തന്നെ പറഞ്ഞു, ഇങ്ങനെ അത് കൊടുക്കാട്ടിരിക്കുക. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഉള്ള സ്വർണ്ണവും എല്ലാം ഇപ്പം പ്രമാണം ഒഴിഞ്ഞത് നടക്കത്തില്ല, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ പോയി. എൻ്റെ ഒരു ബന്ധു പോലും അല്ലാത്ത ഒരു മനുഷ്യൻ വഴി ആ വസ്തു എൻ്റെ പേരിൽ, ആ വീട് ഈ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് ഈ ദൈവം, എൻ്റെ മാതാവ്, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ മാതാവ് എന്താ പറയുന്നത്, ഈ ധിക്കരിച്ച് എന്നെക്കൊണ്ട് ഈ മാതാവ് പൊളിയാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അഭിമാനമാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ പേരിൽ വീടായപ്പം എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, വീടായില്ലയോ, പേരെന്തോ ഇടും? ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് തന്നെയല്ലേ, കൃപാസനം, അതും മതി പേര്. എൻ്റെ വീടിൻ്റെ പേര് കൃപാസനം എന്നാണ്. പിന്നെ അന്നേരമെല്ലാം ഞാൻ ഈ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ്. അപ്പോഴേ എൻ്റെ ഈ
കഴുത്തിൽ ഈ ലോക്കറ്റുണ്ട്. അന്നേരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കൊല്ലം കോർപ്പറേഷനിൽ ചെല്ലുമ്പം കഴുത്തിൽ ലോക്കറ്റ്, ഇതെന്തുവാ? പിന്നെ അത്രയ്ക്ക് നല്ലൊരു രാഷ്ട്രീയമാണ്. അന്നേരം ചോദ്യം വരും. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് കൃപാസനത്തിലാണ്. ആ കൃപാസനത്തിൽ ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ 28/6/2024 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആണ് മാതാവ് എനിക്ക് വീടൊക്കെ തന്നത് കേട്ടോ. ഞാൻ ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥന കറക്റ്റാട്ടോ, കറക്റ്റ് അമ്മ എടുത്ത ഉടമ്പടിയാണ്. അമ്മ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കറക്റ്റ് 5:30 പ്രാർത്ഥിക്കും. ഈ ഉടമ്പടി നിയോഗങ്ങളെല്ലാം കറക്റ്റായിട്ട് ഞാൻ പാലിക്കും. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും, ബൈബിൾ വായിക്കും, കുടുംബ പ്രാർത്ഥന എല്ലാം എനിക്ക് കറക്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ദാനം അതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഒന്നുപോലും ഞാൻ തെറ്റിക്കത്തില്ല. എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം പക്കയായിട്ട് ചെയ്യണം, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അത് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഒരു ആവശ്യവും വെക്കത്തില്ല. എനിക്ക് ആവശ്യമല്ല. എനിക്ക് ഒരു പ്രാവശ്യം അച്ഛൻ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട്. അച്ഛൻ പറഞ്ഞു, പിന്നെ നമ്മൾ ആവശ്യമല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പറയണ്ടേ. ഞാൻ മറ്റുള്ള ആവശ്യങ്ങൾ ആണ് ഒരുപാടും വെക്കുന്നതും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വെച്ചാൽ ഞാനൊരു മഴ സമയത്ത് ഇങ്ങനെ കോർപ്പറേഷനിലോട്ട് പോവുകയാണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയത്തില്ല, ഒരു കാറ് കൊണ്ടുവച്ച് എന്നെ ഇടിച്ചപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ എന്നെ ഈ ആക്സിഡൻറ്റ് പറ്റിയതോ എൻ്റെ വണ്ടി ഇടിച്ചതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പൊങ്ങി പോയിട്ട് വന്നിരുന്നത് മാത്രമേ എനിക്ക് ഒരു ഓർമ്മയുള്ളൂ. അല്ലാതെ അതിൽ എല്ലാവരും ഓടി വരുന്നു, ഇത്രയും വലിയ സൗണ്ട് കേട്ടപ്പോൾ എന്തുവാന്നൊക്കെ വന്ന് നോക്കുന്നു. അന്നേരമല്ല എൻ്റെ വണ്ടിയിൽ കൃപാസനം പത്രം ഇരിക്കുക. ഞാൻ കോർപ്പറേഷനിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ കൗൺസിലർമാർക്ക് കൊണ്ട് കൊടുക്കാനുള്ള പത്രം എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ അതുമായിട്ട് പോവുക. അപ്പോഴത്തേക്ക് എനിക്കൊന്നും പറ്റിയില്ല. അന്നേരം അവർ വന്ന് പിടിക്കുമ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ വണ്ടി കുഴപ്പമില്ല. ആ കാറിന് ഫ്രണ്ട് മൊത്തവും തകർന്നു. ഞാൻ എങ്ങനെ പറ്റിയ എനിക്കറിയത്തില്ല, ആക്സിഡൻറ്റ് എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ചെറിയ സ്ക്രാച്ചൊക്കെ, അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ എവിടെ പോയാലും എൻ്റെ ലോക്കറ്റ് എൻ്റെ കൈ കാണും. ഞാനിപ്പം ഇപ്പോഴത്തെ അതിൽ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച 2 നിയോഗങ്ങളുണ്ട്. ഒന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു സർജറിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിയോഗം വെച്ചായിരുന്നു. അത് പിന്നെ അച്ഛൻ്റെ കാലിൽ സർജറി ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ അച്ഛൻ ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഷുഗർ ബാധിച്ച് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അത് ഉടമ്പടി വെച്ചു. അത് എനിക്ക് എൻ്റെ മാതാവ് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല, എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഇങ്ങനെ റിയാസിന് സീരിയസ് ആണ്, വെൻറ്റിലേറ്ററിലാണ്, പിന്നെ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ പുതുക്കാൻ നിൽക്കുക. അന്നേരം ഞാൻ വിചാരിച്ചു, അയ്യോ അങ്ങനാണോ, നല്ലൊരു വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് അത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. നമ്മളെ മെയിൻ ഹോസ്പിറ്റലാണ്, മെഡിസിറ്റിയിലാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് വെൻറ്റിലേറ്ററിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ആ പറ്റുമല്ലോ. അന്നേരം ഞാൻ നമ്മുടെ മാതാവിൻ്റെ തൈലമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവർ പോലും അറിയാതെ ഞാൻ കണ്ടു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ റിക്കവറിയായി തിരിച്ചു വന്നു. ഇപ്പോൾ ആൾ പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു. പക്ഷേ ഞാൻ ചിലപ്പം സാക്ഷ്യം പറയുമ്പോഴായിരിക്കും അവരറിയുന്നത്, അറിയിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് സിസ്റ്റർ ചോദിച്ച് അറിഞ്ഞു, ഞാൻ പറഞ്ഞില്ല അറിഞ്ഞിട്ടില്ല എന്ന്. പിന്നുള്ളൊരു സാക്ഷ്യം എന്ന് വെച്ചാൽ ജോലിയുടെ കാര്യമാണ്. ഞാൻ കൗൺസിലർ സ്ഥാനം കഴിഞ്ഞിറങ്ങുന്നതിന് മുന്നേ ഞാനേ കൂടുതലും മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഒരു ഫ്രണ്ടിനെ പോലെ ഞാൻ ചെന്ന് എനിക്ക് ഇന്നത് വേണം കേട്ടോ, ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോന്ന് വെച്ചാൽ ഒന്ന് ക്ഷമിച്ചേക്കണേ, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്. കൂടുതലും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കാൻ വലുതായിട്ട് അറിയത്തില്ല. ഞാൻ ചെന്ന് അങ്ങനെയൊക്കെയോ എനിക്ക് സങ്കടം വരുമ്പോഴും എല്ലാം ഞാൻ അവിടെ പോകത്തുള്ളൂ. എനിക്ക് ഇങ്ങനൊരു വിഷമമുണ്ട്, എനിക്ക് എന്ത് പറ്റിയാലും താങ്ങാൻ ഒരാളുണ്ടെന്നുള്ളൊരു അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ ചിലർക്ക്, ഒരു ഗമ. നമുക്ക് ചുറ്റും
100 പേരുണ്ട്. എനിക്ക് ചുറ്റും 100 പേരൊന്നുമില്ല, എനിക്ക് ചുറ്റും ആരും ഇല്ല, പക്ഷെ എനിക്ക് ചുറ്റും ഒരാളുണ്ട്, അത് മതി എനിക്ക്. അങ്ങനെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു. ഞാൻ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് ജോലി വേണം, എന്നെ ആരെയും മുന്നിൽ കൈ നീട്ടാൻ ഒരു അവസരം ഉണ്ടാക്കരുതേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഈ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഒക്ടോബറിലാണ് വന്നത്. അന്നേരം ഞാൻ എൻ്റെ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞു, എൻ്റെ കാലിന് ഒരു ചെറിയൊരു നടക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്കറിയത്തില്ല ഇത്രയും നടക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു വന്നു നോക്കാമെന്ന് പറഞ്ഞ് വന്നു, ഫുൾ പങ്കെടുത്തു. വന്നപ്പം വിചാരിച്ചു ഇനി നടക്കാനൊന്നും പറ്റത്തില്ല, ഇനി വരത്തില്ല എന്ന്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഞാൻ പറഞ്ഞു അടുത്ത വർഷം വിളിക്കണേ, നമുക്ക് നേരത്തെ പോവാം, ആ ഒരു മൈൻഡിലായി എന്നെ ആക്കി. പിന്നെ അങ്ങനെ ജോലിയുടെ കാര്യം ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, എനിക്ക് ജോലി വേണം, ഞാൻ ID കാർഡൊന്നും സറണ്ടർ ചെയ്തിട്ടില്ലായിരുന്നു, എങ്ങനെയാ നടക്കുമോ? എന്നിട്ട് അയാൾ പറഞ്ഞു ഇല്ലടേ ഒഴിവൊന്നുമില്ല, ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെ എൻ്റെ ആളിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു, മാതാവേ നോക്കിക്കോണേ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ ഡിസംബർ 22 കൗൺസിലർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി. എനിക്ക് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് കോള് വന്നു, അവിടെ പിന്നെ ഒഴിവുണ്ട്, ഇയാൾ വന്നാൽ മതി. ഞാൻ പറഞ്ഞു ഇറങ്ങിയിട്ടില്ലടേ, ഞാൻ 22 ഇറങ്ങത്തുള്ളൂ, ഞാൻ ജനുവരി കയറാം. ഞാൻ 22 ഇറങ്ങി, ഒരാഴ്ച റെസ്റ്റ് എടുത്തു. ജനുവരി 1 ഞാൻ ജോലിക്ക് കയറി. എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ IDFC ബാങ്കിൻ്റെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സാലറി പറഞ്ഞുകൂടാ, ഞങ്ങൾക്ക് സാലറി എന്ന് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഓണറേറിയമാണ്. ഞാൻ എൻ്റെ ഇരട്ടി സാലറി ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. എൻ്റെ മാതാവിന് അതിന് 1000 നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ ഉടമ്പടി പുതുക്കിയിട്ട് പത്രം വാങ്ങിച്ചു. പത്രം കൊടുക്കുന്നതിനകത്ത് എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എങ്ങനെ കൊടുക്കും, എല്ലായിടത്തും ചെന്ന് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്നേരം ഞാൻ ആദ്യം പത്രം കൊടുക്കാൻ ഇറങ്ങുമ്പം എനിക്കറിയത്തില്ല ഇതെങ്ങനെ കൊടുക്കുമ്പോൾ അവർ റിജക്ഷൻ ചെയ്യത്തില്ലേ. അന്നേരം ഒരു ദിവസം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കേട്ടു, എവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇങ്ങനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ പത്രം കൊടുക്കുന്നു. അന്നേരം കുഴപ്പമില്ലല്ലോ, കൊടുക്കാമല്ലോ. അന്നേരം ഞാൻ പൂർണ്ണ മനസ്സോടു കൂടി പത്രം കൊണ്ട് കൊടുത്തു. ഇഷ്ടംപോലെ റിജക്ഷൻ സ്വീകരിച്ച വ്യക്തിയാണ്. റിജക്ഷൻ വാങ്ങിക്കുമ്പോഴൊന്നും തിരിച്ച് മറുപടി കൊടുത്തിട്ടില്ല. പൂർണ്ണ മനസ്സോടുകൂടി ചിരിയോടുകൂടി തന്നെ തിരിച്ച് വാങ്ങിച്ച് കറക്റ്റായിട്ട് ഓരോടത്തും കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ കൗൺസിലർമാരായി പ്രവർത്തിച്ച അവരോ മിക്കവരെയും ഞാൻ നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. ഉടമ്പടിയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അവർ മിക്കവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഞാൻ പത്രം കൊടുക്കുന്നതിനോടൊപ്പം ഇവിടുന്ന് നമ്മളെ മാതാവിൻ്റെ ലോക്കറ്റ് വാങ്ങി അതോടൊപ്പം കൊടുക്കുവാണ്. എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും എൻ്റെ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട്, നിൻ്റെ കയ്യിലില്ലേലും നീ എന്തിനാ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. എനിക്കതങ്ങ് ശീലമായിപ്പോയി. എൻ്റെ കയ്യിലില്ലേ പോലും ഞാൻ എവിടുന്നെങ്കിലും വാങ്ങിച്ച് എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ വെറുതെ വിടാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരും അച്ഛന്മാരും എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ വെറും കൈയോടെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡായാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നാൽ പോലും അവരെ അങ്ങനെ കൊടുക്കാതൊന്നും വിടാൻ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെ പോവുകയാണ്. എനിക്ക് വലിയൊരു ആഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അതെൻ്റെ മാതാവ് സാധിച്ചു തന്ന അത് മാത്രം മതി എനിക്ക്. അല്ലാതെ ഞാൻ ഒന്നും ആവശ്യപ്പെടാറില്ല. ഇപ്പോൾ എല്ലാം ഞാൻ പറയാതെ തന്നെ എനിക്ക് സാധിച്ചു തരുന്ന ആളടുത്ത് ഇനി ഞാൻ എന്തോ പറയണ്ടേ? ഞാൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ എനിക്കെല്ലാം തരുമല്ലയോ, പിന്നെ എന്തിനാ പറയുന്നത്? ആദ്യമായിട്ട് ഞാൻ എൻ്റെ മാതാവിനെ ഒരു നിമിഷമെങ്കിലും ഒന്ന് തള്ളി പറഞ്ഞേന് ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ മാതാവിനോടും തിരുവുമാരനോടും ക്ഷമ ചോദിക്കുവാണ്. അതോടൊപ്പം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും
തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. സങ്കീർത്തനം 28 2-ാം വചനമാണ്. ശ്രീകോവിൽ ദൈവത്തിൻ്റെ സന്നിധിയാണ്. വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യാചനയുടെ സ്വരം, നമ്മുടെ കണ്ണുനീർ, നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രതീക്ഷകൾ ദൈവം കേൾക്കുന്നു. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ മക്കളുടെ ദൈവാനുഭവങ്ങളാണ്. ആരതി എസ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം ഒരു പത്രമാണ് കിട്ടിയത്. അത് വാങ്ങിച്ചു, പക്ഷേ വായിച്ചില്ല. ആദ്യം അനിയത്തി വന്ന് ഉടമ്പടി എടുത്തു. ആ മകൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അയർലൻഡിന് പോകുവാനായിട്ടായിരുന്നു. അങ്ങനെ ആ മകൾക്ക് അനുഗ്രഹം കിട്ടി. പിന്നീട് അമ്മ വന്നു. അമ്മയുടെ കൂടെയും ആരതി ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തില്ല. പിന്നീട് അന്നൊക്കെ പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിക്കുകയായിരുന്നു, അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്. അമ്മ ഉടമ്പടിയിലാണ്, അമ്മയുടെ കൂടെ എല്ലാ പ്രാർത്ഥനകളിലും ചേർന്ന് നിന്നാണ് പ്രാർത്ഥിച്ചത്. ആ ദിവസങ്ങളിൽ ഈ മകൾ കൊല്ലം കോപ്പറേറ്റീവ് ഡിവിഷനിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്ന മകളായിരുന്നു. കോർപ്പറേഷൻ ഡിവിഷൻ ആൻഡ് സെക്കുലർ കൗൺസിലറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴും ഈ മകൾ തന്നെ അത് അഡ്മിറ്റ് ചെയ്തു. ഒരു പക്ഷേ എൻ്റെ ജോലി തിരക്കോ ഓർ എൻ്റെ ലിറ്റിൽ പ്രൈഡായിരിക്കാം. ഒരു പക്ഷേ തന്നെയുമല്ല, അതിലും കൂടുതൽ ഈ മകൾ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് എന്തും നല്ല ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്യും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉടമ്പടി എടുക്കാതിരുന്നത്. അത് കൂടുതൽ ഡിസിപ്ലിനോട് കൂടി അത് പൂർത്തീകരിക്കണമല്ലോ, അതൊക്കെ ആയിരിക്കാം ഈ മകളിന്. എന്തായാലും ആ മകൾ ഉടമ്പടി എടുത്തില്ല. പക്ഷെങ്കിൽ വളരെ തീഷ്ണതയോടു കൂടി അമ്മയോട് ചേർന്ന് നിന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് 10 വർഷത്തോളവും വീടിൻ്റെ പ്രമാണം എടുക്കാൻ പറ്റിയില്ല. അത് ഇവിടെ ഈ മകള് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഈ ശ്രീകോവിലിൽ വന്ന് അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെ അത്രയും വർഷം കൊടുക്കാൻ പറ്റാതിരുന്ന 13 ലക്ഷം രൂപയാണ് 2 മാസത്തിനുള്ളിൽ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം വേറെ 2 മാസത്തിനുള്ളിൽ ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. ഇവിടെയാണ് സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ. അവർക്ക് കാനായിൽ വിരുന്നില്ല, വിവാഹ വിരുന്നില്ല, വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുടുംബ പ്രശ്നവുമായിട്ട് പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അരികിൽ കൊണ്ടുപോയത്. അതുപോലെ തന്നെയാണ് ഇന്ന് കുടുംബടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ ഇല്ലായ്മകളാണ് കൃപാസന അമ്മ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ മക്കളുടെ പ്രാർത്ഥനയും ഈ ശ്രീകോവിലിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട അമ്മ തന്നെയാണ് നമുക്ക് വേണ്ടി, ഈ മകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഈ മകളുടെ ആഗ്രഹവും അമ്മയുടെ ആഗ്രഹവും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 10 വർഷത്തിൻ്റെ കാര്യമാണ് ഒരു 2 മാസത്തിൻ്റെ സമയ ചുരുക്കത്തിനുള്ളിൽ ഈശോയും അമ്മയും ഈ മക്കളെ സഹായിക്കുന്നത്. പിന്നീട് സ്വന്തമായിട്ടൊരു ഭവനമായിരുന്നു ഈ മകൾക്ക് വേണ്ടിയിരുന്നത്. അതും ഈ മകൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു വീട് കിട്ടുമെന്ന്. അതും ഈ മകൾ പ്രാർത്ഥിച്ചു. പിന്നീട് പറഞ്ഞത് അമ്മ തന്ന കൃപയാൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഭവനമാണ്, പ്രാർത്ഥനയിലൂടെ കിട്ടിയ ഭവനമാണ്. അതുകൊണ്ട് ആ ഭവനത്തിന് ഞാൻ കൃപാസനം എന്ന് പേരിട്ടു എന്നാണ്. അതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹവും കൃപയുമായിട്ടാണ് ഈ മകള് പ്രാർത്ഥിക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞു, ധിക്കരിച്ച ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നപ്പോൾ കൂടുതൽ തീഷ്ണതയോടെ, ആ ധിക്കരിച്ചതിലും കൂടുതൽ അതിന് ഡബിളുള്ള വിശ്വാസത്തോടെയാണ് ഈ മകൾ ഇനി ഉടമ്പടിയിലേക്ക് കയറുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ വീടിന് കൃപാസനം എന്ന് പേരിടുകയും പിന്നീട് ഈ മകളുടെ ജോലിയുടെ കാര്യം, അതായത് കോർപ്പറേറ്റ് ഡിവിഷൻ കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്ന ഈ മകൾ പ്രാർത്ഥിച്ചത്, എൻ്റെ ജോലി തീരുന്നതിന് മുൻപ് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ അമ്മയെ എന്നെ സഹായിക്കണമേ എന്ന് ഒരു മകൾ അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് ഈ മകൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുമായിട്ടാണ് ഈ മകൾ ഇവിടെ വന്ന് കൃപാസനം ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിച്ചതുമൊക്കെ. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഡിസംബർ 22-ാം തീയതി ഈ മകളുടെ ലാസ്റ്റ് ഡേ ആണ് ജോലിയിൽ. അതിന് മുൻപ് തന്നെ പരിശുദ്ധമ്മ അവിടെ ഇടപെടുകയാണ്. ആ മകൾക്ക് ജോലിയിലേക്ക് ഒരു കോൾ വന്നു, അതും ഒരു ബാങ്കിൽ നിന്ന്. അങ്ങനെ ജാനുവരി 1-ാം തീയതി തന്നെ അവിടെയും സമയ ചുരുക്കമാണ്.
ടൈം ഷോർട്ടനിങ് അമ്മയാണ് കൃപാസനം അമ്മ. അമ്മയുടെ ഇടപെടലിലൂടെ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഈ മകളുടെ ആഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ആക്സിഡൻറ്റ് വന്നപ്പോഴും അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ്. ഞാൻ കൃപാസനം പത്രവുമായിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്, എൻ്റെ കൗൺസിലേഴ്സിനും മറ്റു കൗൺസിലേഴ്സിനും കൊടുക്കുവാനൊക്കെ ആയിട്ട്. ആ പത്രവുമായിട്ട് പോകുമ്പോഴും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ സംരക്ഷണമാണ് ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. എവിടെ പോയാലും എന്തിനു പോയാലും ഈശോയും അമ്മയും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ അമ്മയെ, ആ സാന്നിധ്യം, ആ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പിന്നെ സ്വന്തം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യം ലഭിക്കുകയും കാരുണ്യ പ്രവർത്തികളായിട്ട് കോർപ്പറേറ്റ് ഡിവിഷണൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് സ്റ്റാറ്റസ് നോക്കാം. എങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആയിരുന്നു, ജോലി ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അവിടെ നിന്നൊക്കെ ഇറങ്ങി ആൾക്കാരുടെ ഇടയിലേക്ക് പത്രവുമായിട്ട് പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ കൊടുക്കുകയും ആഗ്രഹമില്ലെങ്കിൽ തിരിച്ചു മേടിക്കുകയും മറ്റുള്ളവരോട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനുള്ള ആ ആഗ്രഹവും സ്നേഹവും ഒക്കെ അത് ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് എത്രമാത്രം തിരസ്കരിച്ചോ അതിൻ്റെ അപ്പുറം അതിലും ഡബിൾ ട്രിപ്പിൾ ആയിട്ടാണ് ഈ മകൾ കൂടുതൽ സ്നേഹത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു അടുക്കുന്നത്. അങ്ങനെ ഈശോയുടെ അമ്മയുടെയും അടുത്തറിഞ്ഞ ആ സ്നേഹമാണ് പിന്നീട് ഈ മകൾ ഒരു വലിയ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈശോയുടെയും അമ്മയുടെയും അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, ആ പ്രേക്ഷിത പ്രവർത്തനമാണ് ആരതി പിന്നീട് ഏറ്റെടുക്കുന്നത്. എല്ലാ ദിവസവും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളനുസരിച്ച് അവരെ സഹായിക്കാനും സ്വന്തം കൈ പോലും മറന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. എന്തു പറ്റിയാലും താങ്ങുവാനുള്ള എൻ്റെ കൂടെ ഒരാളുണ്ട് എന്ന ഒരു കോൺഫിഡൻസ് ആരതിക്കും മനസ്സിലായി. ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ എന്ത് ചെയ്താലും എന്തിനു പോയാലും അമ്മ മാതാവിൻ്റെ ആ സാന്നിധ്യവും ഈശോയുടെ ആ സംരക്ഷണവും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും എൻ്റെ കൂടെ ഒരാളുണ്ട്, കൂടെ എന്നെ ഏറ്റെടുക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഈശോയും അമ്മയും ഈ മകള് മനസ്സിലാക്കുന്നത്, അനുഭവിച്ചറിയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രതിസന്ധികൾ, സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി നമുക്കും സഹായത്തിനായി വിളിക്കാം. വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ ഉടമ്പടിയിൽ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യാചനയുടെ സ്വരം ശ്രവിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നത് കൃപാസനം അമ്മയാണ്. ആ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ആരതിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.